ലക്ഷ്മിജി, മിത്ത് എന്നുള്ളൊരു വാക്ക് തെറ്റായിട്ടുള്ള വാക്കല്ല. സങ്കല്പം എന്നുള്ള അർത്ഥത്തിലാണ്. ഭാരതീയ ശാസ്ത്രം തന്നെ സങ്കല്പം ആണ്. ഇപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് ഗവൺമെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ ചീഫ് മിനിസ്റ്റർ ആണോ ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ അല്ല. ഫിനാൻസ് മിനിസ്റ്റർ ആണോ ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാവരും കൂടിയതാണ് ഗവൺമെന്റ്. അങ്ങനെ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സങ്കല്പമാണ് ഭാരതീയ സങ്കല്പം. അതില് ഗണപതി അല്ലെങ്കിൽ ഗണേശൻ എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒഴിവാക്കാൻ പറ്റാത്ത, ആദ്യം പൂജ നടത്തേണ്ട, ഏത് പൂജാരിയും തുടങ്ങേണ്ടത്, ഏത് പൂജയും തുടങ്ങേണ്ടത്, ഏത് സങ്കല്പത്തിലും ആര് എവിടെ ഭജിച്ചാലും ആദ്യം തുടങ്ങേണ്ടത് ഗണപതിയാണ്. വരാൻ പോകുന്ന ദശമി, നവരാത്രി ആഘോഷങ്ങളില് എഴുത്തിനിരുത്തുക എന്നുള്ളതാണല്ലോ കേരളത്തിന്റെ പ്രാധാന്യം. അപ്പോ അവിടെ ആദ്യം തുടങ്ങുന്നത് തന്നെ ഹരിശ്രീ ഗണപതയെ നമഃ എന്നാണ്. അപ്പൊ ഗണപതി ഇല്ലാണ്ട് ഹരിശ്രീ തുടങ്ങില്ല. കാരണം ഗണേശനാണ് വിദ്യയുടെ ഭഗവാൻ. ഗണേശൻ തന്നിട്ടുള്ള ഭഗവത്ഗീത ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് കേരളത്തിലാണ്. വ്യാസൻ തന്നതാണോ ഗണപതി തന്നതാണോ എന്ന് ചോദിച്ചാൽ എഴുത്തുകാരനാണോ പ്രാധാന്യം, അല്ല പറഞ്ഞു കൊടുത്ത ആൾക്കാണോ പ്രാധാന്യം, അല്ല അത് ആദ്യം പഠിച്ച ആൾക്കാണോ പ്രാധാന്യം? ഇപ്പൊ ഗണേശന്റെ മിത്താണെന്ന് പറയുന്നവർ തന്നെ ഭഗവത്ഗീത മിത്താണെന്ന് പറയും, കൃഷ്ണൻ മിത്താണെന്ന് പറയും. എല്ലാം മിത്താണ്, എല്ലാം സങ്കല്പമാണ്. അച്ഛനും അമ്മ എന്നുള്ളത് പോലും സങ്കല്പമാണ്. അച്ഛൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ അച്ഛൻ എന്ത് പ്രാധാന്യം? തൊട്ട് കാണിക്കാൻ പറ്റാത്തതല്ലേ. അമ്മ ജീവിച്ചിരിക്കില്ലെങ്കിൽ അമ്മ മിത്തല്ലേ? അമ്മ ഇല്ലാത്തൊരു സാധനം എന്ന് വെച്ചാൽ അമ്മ ഇല്ല എന്ന് പറയാൻ പറ്റും. ഗവൺമെന്റ് മിത്താണ് എന്ന് വെച്ച് ഗവൺമെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ?